ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ആചാര്യ അക്കാഡമിയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് HSC മാത്തമാറ്റിക്സിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ രണ്ടാമത്തെ പാർട്ടാണ്. അപ്പോൾ ആദ്യത്തെ ക്ലാസ് കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് പ്രൊവൈഡ് ചെയ്യാം, നിങ്ങളതൊന്ന് കണ്ടു നോക്കുക. ഓക്കെ, അപ്പോൾ HSC മാത്തമാറ്റിക്സിൻ്റെ കോച്ചിങ് ക്ലാസ്സുകൾ ആചാര്യ അക്കാഡമിയിൽ ആരംഭിച്ചിട്ടുണ്ട്. ക്ലാസ്സിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിനായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കടക്കാം. ക്വസ്റ്റ്യൻ നോക്കൂ. രണ്ട് സംഖ്യകളുടെ LCM 40ഉം സംഖ്യകൾ തമ്മിലുള്ള റേഷ്യോ 4:5 ആണെങ്കിൽ സംഖ്യകളുടെ ആകെ തുക എത്ര? ഓക്കെ, അപ്പോൾ രണ്ട് സംഖ്യകളുടെ LCM അഥവാ ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ അല്ലെങ്കിൽ ലസാഗു തന്നിട്ടുണ്ട്, 40 സംഖ്യകൾ തമ്മിലുള്ള അംശബന്ധമാണ് തന്നിരിക്കുന്നത്, റേഷ്യോ ആണ് 4:5 എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ സംഖ്യകളുടെ ആകെ തുക എത്ര? വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ചോദ്യമാണ്. അപ്പോൾ ഇതുപോലെ LCMും റേഷ്യോയും തന്നിട്ടുണ്ടെങ്കിൽ, ഓക്കെ, LCM തന്നിട്ടുണ്ട്, അതുപോലെ സംഖ്യകളുടെ റേഷ്യോ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്പേഴ്സ് ഫൈൻഡ് ചെയ്യുന്നതിനായിട്ട് LCMനെ റേഷ്യോ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ഓക്കെ, LCMനെ റേഷ്യോ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ദാറ്റ് ഈസ് 40/4ഉം 40/5ഉം ചെയ്യുന്നു. അപ്പോൾ 10ഉം 8ഉം ആണ് നമുക്ക് കിട്ടുന്ന നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, 10ഉം 8ഉം ആണ് കിട്ടുന്ന രണ്ട് നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഇനി LCMന് പകരം HCF ആണ് തരുന്നതെങ്കിൽ, ഓക്കെ, LCMന് പകരം HCF ആണ് തരുന്നതെങ്കിൽ റേഷ്യോ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ റേഷ്യോയിൽ അഡീഷണൽ ആയിട്ടൊരു n കയറി വന്നിട്ടുണ്ട്, അത് ഒഴിവാക്കുക. ക്ലിയർ ആണല്ലോ? അപ്പോൾ LCMും റേഷ്യോയും തന്നിട്ടുണ്ടെങ്കിൽ നമ്പേഴ്സ് ഫൈൻഡ് ചെയ്യുന്നതിനായിട്ട് LCMനെ റേഷ്യോ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ഇനി HCFും റേഷ്യോ ആണ് തരുന്നതെങ്കിൽ നമ്പേഴ്സ് ഫൈൻഡ് ചെയ്യുന്നതിനായിട്ട് HCFനെ റേഷ്യോ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, അങ്ങനെ നമുക്ക് നമ്പേഴ്സ് കിട്ടിയിട്ടുണ്ട്. ഏതൊക്കെയാണ്? 10ഉം 8ഉം ആണ് നമ്പേഴ്സ് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ സം ഓഫ് നമ്പേഴ്സ് എന്താണ്? 10 + 8 ദാറ്റ് ഈസ് ഈക്വൽ ടു 18. ഓക്കെ, ആൻസർ വരുന്നത് എന്താണ്? 18 ആണ്. അപ്പോൾ ഓപ്ഷൻ C ആണ് കറക്റ്റ് ആൻസർ. ക്ലിയർ ആണല്ലോ? അപ്പോൾ പറഞ്ഞ കാര്യം ഒന്ന് ഓർത്ത് വെക്കുക. LCMും റേഷ്യോ ആണ് തരുന്നതെങ്കിൽ നമ്പേഴ്സ് ഫൈൻഡ് ചെയ്യുന്നതിനായിട്ട് LCMനെ റേഷ്യോ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. HCFും റേഷ്യോ ആണ് തരുന്നതെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? മൾട്ടിപ്ലിക്കേഷൻ ആണ് അവിടെ ചെയ്യേണ്ടത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ദെൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ഒരു അർദ്ധഗോളത്തിൻ്റെ വ്യാസം 12 സെൻറ്റിമീറ്റർ ആണെങ്കിൽ അതിൻ്റെ വക്ര ഉപരിതല വിസ്തീർണം കാണുക. ഓക്കെ, ഒരു അർദ്ധഗോളം അഥവാ ഹെമിസ്ഫിയർ. ഓക്കെ, ഹെമിസ്ഫിയറിൻ്റെ വ്യാസം എന്ന് പറഞ്ഞാൽ എന്താണ്? ഡയമീറ്റർ ആണ്. ഓക്കെ, വ്യാസം എന്ന് പറഞ്ഞാൽ എന്താണ്? ഡയമീറ്റർ ആണ് വ്യാസം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് തന്നിട്ടുണ്ട്. ഇനി അതിൻ്റെ വക്ര ഉപരിതല വിസ്തീർണമാണ് ഫൈൻഡ് ചെയ്യേണ്ടത്, അതായത് കർവ്ഡ് സർഫസ് ഏരിയ ആണ് നമുക്ക് ഫൈൻഡ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ മലയാളത്തിൽ തന്നെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യണം, എങ്കിൽ മാത്രമേ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ നമുക്കത് ഇവിടെ എന്താണ് മീൻ ചെയ്യുന്നത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഒരു ഹെമിസ്ഫിയർ ആണ് റൈറ്റ് സൈഡിൽ കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ റേഡിയസ് മാർക്ക് ചെയ്തിട്ടുണ്ട്, ആരം മാർക്ക് ചെയ്തിട്ടുണ്ട്. കർവ്ഡ് സർഫസ് ഏരിയ ഫൈൻഡ് ചെയ്യുന്നതിനുള്ള ഇക്വേഷൻ നോക്കൂ. 2πr² ആണ്, അഥവാ വക്ര ഉപരിതല വിസ്തീർണം ആണ് എന്ത്? 2πr² എന്ന് പറയുന്നത്. ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറയുന്നത് എത്രയാണ്? 3πr² ആണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പോൾ കർവ്ഡ് സർഫസ് ഏരിയ എന്ന് വെച്ചാൽ ഈ കർവ്ഡ് ആയിട്ടുള്ള ഈ ഒരു പോർഷൻ ഉണ്ടല്ലോ, അതിൻ്റെ ഏരിയ ആണ് എന്ത്? 2πr² എന്ന് പറയുന്നത്. ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറഞ്ഞാൽ ഒരു പ്ലെയിൻ ഏരിയ ഉണ്ടല്ലോ, ഇതുകൂടി ചേർന്നിട്ടുള്ളതാണ് ടോട്ടൽ സർഫസ് ഏരിയ, അതാണ് 3πr². ഇത്രയും ക്ലിയർ ആണല്ലോ? കർവ്ഡ് സർഫസ് ഏരിയ ആണ് നമുക്കിവിടെ ഫൈൻഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഫൈൻഡ് ചെയ്യുന്നതിനുള്ള ഇക്വേഷൻ എന്തായിരുന്നു? 2πr² ആണ് അല്ലേ? അപ്പോൾ ഇതിൽ വ്യാസം തന്നിട്ടുണ്ട്, ഡയമീറ്റർ തന്നിട്ടുണ്ട്, എത്രയാ? 12 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ അതിൻ്റെ റേഡിയസ് എന്തായിരിക്കും? വ്യാസത്തിൻ്റെ നേരെ പകുതി ആയിരിക്കും റേഡിയസ് അഥവാ ആരം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ വ്യാസം 12 ആണെങ്കിൽ ആരം എന്താ വരുന്നത്? അതിൻ്റെ പകുതി 6 സെൻറ്റിമീറ്റർ. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പോൾ വ്യാസം എന്ന് പറയുന്നത് എന്താണ്? 12 ആണെന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ റേഡിയസ് എത്രയാണ് വരുന്നത്? അതിൻ്റെ പകുതി 6 സെൻറ്റിമീറ്റർ ആണ് റേഡിയസ് വരുന്നത്. ഇനി നമുക്ക് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 2πr² സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. അപ്പോൾ 2 × π റേഡിയസ് എത്രയാണ്? 6 അല്ലേ? അപ്പോൾ 6 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. പിന്നെ ഓപ്ഷൻസ് ചെക്ക് ചെയ്യുമ്പോൾ ഓപ്ഷൻസിൽ പൈയുടെ ടേംസിലാണ് ആൻസർ വരുന്നത് അല്ലേ? ആയതിനാൽ നമുക്ക് പൈയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. പൈയുടെ വാല്യൂ എത്രയാണ്? 3.14. ഓക്കെ, 3.14 അല്ലെങ്കിലോ 22/7 ആണ് നമ്മൾ പൈയുടെ വാല്യൂ ആയിട്ട് കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻസ് പൈൻ്റെ ടേംസിൽ തന്നെ ആയതുകൊണ്ട് ഇവിടെ ചേഞ്ചസ് ഒന്നും വരുത്തേണ്ട, പൈയുടെ ടേംസിൽ തന്നെ ആൻസർ എഴുതുക. അങ്ങനെ 2 × π × 6². ഓക്കെ, 6² 36 ആണ്. 36ഉം 2ഉം കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 72 വരും. അങ്ങനെ 72 π എന്ന് കിട്ടും. എപ്പോഴും വിസ്തീർണം അഥവാ ഏരിയയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ സെൻറ്റിമീറ്റർ സ്ക്വയറോ അല്ലെങ്കിൽ എന്താണ് മീറ്റർ സ്ക്വയറോ ആയിരിക്കും. ഓക്കെ, അങ്ങനെ 72 π cm² എന്നാണ് ആൻസർ വന്നിരിക്കുന്നത്.
ഓക്കെ, അതായത് ഓപ്ഷൻ ബി. ക്ലിയർ ആണല്ലോ? ദെൻ അടുത്ത ചോദ്യം നോക്കാം. ദ്വിമാന സമവാക്യം 2x² + 9x + 7 = 0ന്റെ റൂട്ട്സ് ആൽഫ ബീറ്റ ആണെങ്കിൽ 1/α, 1/β റൂട്ട്സ് ആയ ദ്വിമാന സമവാക്യം ഏത്? ഓക്കെ, ചോദ്യം വ്യക്തമായല്ലോ. 2x² + 9x + 7 = 0 എന്ന് പറയുന്ന ഈ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ റൂട്ട്സ് ആണ് ആൽഫ ബീറ്റ എങ്കിൽ 1/α-യും 1/βയും റൂട്ടായിട്ട് വരുന്ന ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഫൈൻഡ് ചെയ്യാനായിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാനായിട്ട് വിത്തിൻ സെക്കൻഡ്സ് കൊണ്ട് സോൾവ് ചെയ്യാനായിട്ടൊരു ട്രിക്ക് ഉണ്ട്. അത് ഞാൻ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ലാസ്റ്റ് ഞാൻ പറയാം. ഓക്കെ, അപ്പോൾ അതിന് മുൻപായിട്ട് മറ്റൊരു രീതിക്ക് ഇതെങ്ങനെയാണ് സോൾവ് ചെയ്യുന്നതെന്ന് നോക്കാം. ഒരു ജനറൽ ഇക്വേഷൻ, അതായത് ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ ജനറൽ ഫോർമാറ്റ് ax² + bx + c = 0 ആണെങ്കിൽ അതിൽ റൂട്ട്സിൻ്റെ സം എന്ന് പറയുന്നത് -b/aയും പ്രോഡക്റ്റ് ഓഫ് റൂട്ട്സ് എന്ന് പറയുന്നത് c/aയും ആയിരിക്കും. ഓക്കെ, a എന്ന് പറയുന്നത് x² കോയിഫിഷ്യൻ്റ് ആണ്, b എന്ന് പറയുന്നത് എക്സിൻ്റെ കോയിഫിഷ്യൻറ്റ്, c എന്ന് പറയുന്ന കോൺസ്റ്റൻറ്റ് ടേംസ് ആണെങ്കിൽ റൂട്ട്സിൻ്റെ സമ്മ് -b/aയും പ്രോഡക്റ്റ് ഓഫ് റൂട്ട്സ് എന്ന് പറയുന്നത് c/aയും ആയിരിക്കും. ഓക്കെ, ഇനി നമുക്ക് തന്നിട്ടുള്ള ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഏതാണ്? 2x² + 9x + 7 = 0 എന്നാണ്. ഇത് എയുടെ വാല്യൂ എത്രയാ? 2 ആണ്, b = 9 ആണ്, c = 7 ആണ്. ഓക്കെ, ഈ ഒരു ഇക്വേഷൻ്റെ റൂട്ട്സ് ആൽഫ ബീറ്റയാണെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ റൂട്ട്സിൻ്റെ സമ്മ് ആൽഫ + ബീറ്റയും അതുപോലെ റൂട്ട്സിൻ്റെ പ്രോഡക്റ്റ് ആൽഫ ബീറ്റയും എന്തായിരിക്കും വരുന്നത് നോക്കൂ. സം ഓഫ് റൂട്ട്സ് എന്ന് പറയുന്നത് എന്താ? -b/a ആണ് അല്ലേ? സം ഓഫ് റൂട്ട്സ് -b/a ആണ്. ഇവിടെ ബിയുടെ വാല്യൂ 9ഉം എയുടെ വാല്യൂ 2 ആണ്. അപ്പോൾ ആൽഫ + ബീറ്റ -9/2 എന്ന് കിട്ടും. ഇനി പ്രോഡക്റ്റ് ഓഫ് റൂട്ട്സ് എന്താണ്? പ്രോഡക്റ്റ് ഓഫ് റൂട്ട്സ് എന്ന് പറയുന്നത് c/a ആണ്. സിയുടെ വാല്യൂ 7 ആണ്, എയുടെ വാല്യൂ 2 ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ നമുക്ക് 7/2 എന്നും കിട്ടി. ഓക്കെ, ആൽഫ + ബീറ്റ -9/2ഉം ആൽഫ ബീറ്റ 7/2 ആണെന്നും കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇനി നോക്കൂ, റൂട്ട്സ് 1/α 1/β ആണെങ്കിൽ അതിൻ്റെ സം ഓഫ് റൂട്ട്സ് എന്ന് പറയുന്നത് 1/α + 1/β അല്ലേ? ഇവിടെ ആൽഫ ബീറ്റയ്ക്ക് പകരം ഫോർമാറ്റ് ജസ്റ്റ് ഒന്ന് ചേഞ്ച് ആയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ 1/α + 1/β എന്താണ് വരുന്നത് നോക്കൂ. 1/α + 1/β ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ ആൽഫ + ബീറ്റ / α β വരും. ഓക്കെ, അപ്പോൾ ആൽഫ + ബീറ്റയുടെ വാല്യൂയും ആൽഫ ബീറ്റയുടെ വാല്യൂ നമ്മൾ തൊട്ട് മുൻപ് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു അല്ലേ? ആൽഫ + ബീറ്റ എന്താണ്? -9/2 ആണ്. ഓക്കെ, -9/2 ആണ്. ദെൻ ആൽഫ ബീറ്റ എന്ന് പറഞ്ഞാൽ 7/2 ആണ്. അപ്പോൾ ഇത് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് കോമൺ ആയിട്ടുള്ള 2 കട്ടായി പോകും. അങ്ങനെ നമുക്ക് കിട്ടുന്ന എന്താണ്? -9/7 എന്ന് കിട്ടും. ഓക്കെ, 1/α + 1/β -9/7 എന്നും. ഇനി പ്രോഡക്റ്റ് ഓഫ് റൂട്ട്സ് എന്താ? 1/α × 1/β അല്ലേ? അതായത് 1/α ബീറ്റ. ആൽഫ ബീറ്റ എന്തായിരുന്നു? 7/2 ആണ്. അപ്പോൾ 1/α ബീറ്റ എന്ന് പറയുമ്പോൾ 2/7 എന്നും കിട്ടും. ക്ലിയർ ആണല്ലോ? അപ്പോൾ റൂട്ട്സ് 1/α 1/β ആണെങ്കിൽ അതിലെ സം ഓഫ് റൂട്ട്സ് എന്ന് പറയുന്നത് -9/7ഉം പ്രോഡക്റ്റ് ഓഫ് റൂട്ട്സ് 2/7 എന്നും കിട്ടിയിട്ടുണ്ട്. ഇനി നോക്കൂ, ഇനി നമ്മുടെ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ ജനറൽ ഫോർമാറ്റ് x² - സം ഓഫ് x × പ്രോഡക്റ്റ് = 0 എന്നാണ്. അങ്ങനെയാണെങ്കിൽ സം ഓഫ് റൂട്ട്സ് എന്താ? -9/7ഉം അതുപോലെ പ്രോഡക്റ്റ് ഓഫ് റൂട്ട്സ് 2/7ഉം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ ആൻസർ എന്ന് പറയുന്നത് എന്താണ് നോക്കൂ. 7x² + 9x + 2 = 0 എന്നാട്ടോ. 7 അല്ല, 2 = 0 എന്നാണ്. അതായത് ഇതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒന്ന് സിംപ്ലിഫൈ ചെയ്തിരിക്കുകയാണ്. അതായത് ഡിനോമിനേറ്ററിൽ 7 എലിമിനേറ്റ് ചെയ്യുന്നതിനായിട്ട് ഹോൾ ഇക്വേഷനെ 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ 7x², അടുത്ത ടേമിൽ മൈനസും മൈനസും പ്ലസ് ആകും. അങ്ങനെ +9x എന്ന് കിട്ടും. നെക്സ്റ്റ് 2 വരും. ഓക്കെ, അപ്പോൾ 7x² + 9x + 2 = 0. ഓപ്ഷൻ എ ആണ് നമുക്ക് കിട്ടുന്ന ആൻസർ. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇനി ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇക്വേഷൻ സോൾവ് ചെയ്യുന്നതിന്, ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുന്നതിന് ഒരു ട്രിക്കി മെത്തേഡ് കൂടി ഉണ്ടെന്ന്. അതെന്താണെന്ന് നോക്കാം കേട്ടോ. നോക്കൂ, ട്രിക്ക് ഇതാണ്. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഹൂസ് റൂട്ട്സ് ആർ ദി റെസിപ്രോക്കൽസ് ഓഫ് ദി റൂട്ട്സ് ഓഫ് ദി ഇക്വേഷൻ ax² + bx + c = 0 ഈസ് a + bx + cx² = 0. അതായത് ax² + bx + c = 0 എന്ന ഒരു ഇക്വേഷൻ്റെ റൂട്ട്സിൻ്റെ റെസിപ്രോക്കൽ. ഓക്കെ, റെസിപ്രോക്കൽ റൂട്ട്സ് ആയിട്ട് വരുന്ന ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എങ്ങനെ? നേരെ തിരിച്ചിടുക, റിവേഴ്സിലിടുക. ഓക്കെ, കണ്ടോ? അതായത്
ഇവിടെ എക്സ് സ്ക്വയറിൻ്റെ കോയിഫിഷ്യൻ്റ് എന്തായിട്ട് മാറി നോക്കൂ. എക്സ് സ്ക്വയറിൻ്റെ കോയിഫിഷ്യൻ്റ് എന്ന് പറയുന്നത് ഇവിടെ എത്തിയപ്പോൾ എന്തായി? സി ആയി. ഓക്കെ, എക്സിൻ്റെ കോയിഫിഷ്യൻറ്റിൽ ചേഞ്ച് ഒന്നുമില്ല, ബി തന്നെയാണ്. ദെൻ കോൺസ്റ്റൻറ്റ് ടേം എന്ന് പറയുന്നത് എന്തായി? എ ആയി. അപ്പോൾ ഇതിന് നേരെ തിരിച്ചിട്ടതാണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ. അതായിരിക്കും എന്ത് പറയുന്നത്, റെസിപ്രോക്കൽ റൂട്ട്സ് ആയിട്ട് വരുന്ന ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ. അപ്പോൾ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ നോക്കിയാൽ മനസ്സിലാകും. 2x² + 9x + 7 = 0 എന്നാണ്. അപ്പോൾ ഇതിൻ്റെ റൂട്ട്സിൻ്റെ റെസിപ്രോക്കൽ റൂട്ട്സ് ആയിട്ട് വരുന്ന ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്? ആദ്യം 7 വരും അല്ലേ. നോക്കൂ, x² കോയിഫിഷ്യൻ്റ് ആകും ഏത്? 7 എന്ന് പറയുന്നത്. പിന്നെ എക്സിൻ്റെ കോയിഫിഷ്യൻ്റ് 9 തന്നെയാണ്. കോൺസ്റ്റൻറ്റ് ടേം 2 ആയിട്ട് മാറും. ക്ലിയർ ആണല്ലോ. ഇത് നേരെ തിരിച്ചിട്ട് 7 ആദ്യം വരും, ദെൻ 9 2. അപ്പോൾ 7x² + 9x + 2 = 0. ഇനി ഇതിൽ വേറൊരു കാര്യം കൂടി മനസ്സിലാക്കാനുണ്ട്. എക്സ് ആണ് റൂട്ട് എങ്കിൽ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്താണ്? ax² + bx + c = 0. അതിൻ്റെ എക്സ് ആണ് റൂട്ട് അല്ലേ. ഇനി അതിൻ്റെ റെസിപ്രോക്കൽ അല്ലേ 1/x എന്ന് പറയുന്നത്. അപ്പോൾ 1/x റൂട്ട് ആവുക എന്ന് പറഞ്ഞാൽ എക്സിന് പകരം 1/x കൊടുക്കുമ്പോൾ എന്താ വരുന്നത് നോക്കൂ. എക്സിന് പകരം 1/x സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ a × 1/x² + b × 1/x + c = 0 അല്ലേ. അപ്പോൾ ഇതിൽ നമ്മൾ ഈ ഹോൾ ഇക്വേഷനെ ഡിനോമിനേറ്ററിലെ എക്സിൻ്റെ ടേംസ് കളയുന്നതിനായിട്ട്, എലിമിനേറ്റ് ചെയ്യുന്നതിനായിട്ട് x² ഒന്ന് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ a + bx + cx² = 0 എന്ന് കിട്ടും. ഓക്കെ, a + bx + cx² = 0. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ക്ലിയർ ആണല്ലോ. അപ്പോൾ ax² + bx + c = 0 എന്ന് പറയുന്ന മനസ്സിലാക്കി പഠിക്കുക കേട്ടോ. ബൈ ഹാർട്ട് ഒന്നും പഠിക്കണം, മനസ്സിലാക്കി പഠിക്കുക. ഈ ഒരു ഇക്വേഷൻ്റെ റൂട്ട് എന്താണോ അതിൻ്റെ റെസിപ്രോക്കൽ റൂട്ടായിട്ട് വരുന്ന ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഫൈൻഡ് ചെയ്യാനായിട്ട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? നേരെ അതിനെ റിവേഴ്സിൽ, ABC-നെ റിവേഴ്സിൽ എഴുതുക. ഓക്കെ, അപ്പോൾ കോൺസ്റ്റൻറ്റ് ടേം എന്തായിട്ട് മാറും? x² കോയിഫിഷ്യൻ്റ് ആയിട്ടും പിന്നെ എക്സിൻ്റെ കോയിഫിഷ്യൻറ്റിൽ ചേഞ്ച് ഒന്നും ഉണ്ടാവില്ല. x² കോയിഫിഷ്യൻറ്റ് കോൺസ്റ്റൻറ്റ് ടേം ആയിട്ട് മാറും. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം മാത്രം നോട്ട് ചെയ്യാം. അടുത്ത ചോദ്യം നോക്കൂ. e⁻²നെ യൂളേഴ്സ് സൂത്രവാക്യം ഉപയോഗിച്ച് a + ib രൂപത്തിലാക്കിയാൽ കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ a + ib ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ ജനറൽ ഫോർമാറ്റ് ആണ്. അപ്പോൾ അതിലോട്ട് കൺവേർട്ട് ചെയ്യാനായിട്ടാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം യൂളേഴ്സ് ഫോർമുല യൂസ് ചെയ്തിട്ട് e⁻iθ എന്ന് പറഞ്ഞാൽ എന്താ? cos θ + i sin θ ആണ് അല്ലേ. e⁻iθ എന്ന് പറഞ്ഞാൽ cos θ + i sin θ ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ e⁻i⁻2 എന്ന് പറഞ്ഞാൽ തീറ്റയ്ക്ക് പകരം π/2 അല്ലേ. ഓക്കെ, തീറ്റയ്ക്ക് പകരം എന്താണ്? π/2 ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? തീറ്റയ്ക്ക് പകരം π/2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ cos π/2 + i sin π/2 എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ cos π/2ൻ്റെയും sin π/2ൻ്റെയും വാല്യൂസൊക്കെ അറിയാലോ. എന്താണ്? sin π/2 1ഉം cos π/2 0 ആണ്. അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് 0 + i × 1 എന്നാണ് കിട്ടിയിട്ടുള്ളത്. i × 1 എന്ന് പറഞ്ഞാൽ എന്ത് തന്നെ വരും? i തന്നെ വരും അല്ലേ. ഓക്കെ, അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഏതാ? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്. ഇത് നമ്മൾ പാർട്ട് 2 ക്ലാസ് ആണ്. അപ്പോൾ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഇനി നെക്സ്റ്റ് പാർട്ടിൽ നമുക്ക് ഇതിൻ്റെ അടുത്ത ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ HSC മാത്തമാറ്റിക്സ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനെ കൂടി ഷെയർ ചെയ്യുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ക്ലാസ്സുകൾ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക്